പാകിസ്ഥാന്റെ 2 ബാലിസ്റ്റിക് മിസൈലുകളെ തകർത്ത് ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനം. ഡൽഹി ലക്ഷ്യമിട്ട ഫത്തേ-2 ബാലിസ്റ്റിക് മിസൈലിനെയാണ് ഇന്ത്യയുടെ S-400 വ്യോമ പ്രതിരോധ സംവിധാനം അതീവ വിജയകരമായി ഇന്റർസെപ്റ്റ് ചെയ്തിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ചില വാർത്തകൾ വരുന്നു. പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് 2 ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങൾ ഇന്ത്യക്ക് നേരെ ഉണ്ടായി എന്നാണ് ഇപ്പോൾ പ്രതിരോധ മന്ത്രാലയം തന്നെ വ്യക്തമാക്കുന്നത്. ജമ്മു കശ്മീരിലെ ഔട്ടർ ജമ്മുവിലെ ചില സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തെ ഹരിയാനയുടെ ആകാശത്ത് വെച്ച് തന്നെ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. അതിന് പിന്നാലെയാണ് ഡൽഹിയെ രാജ്യ തലസ്ഥാനത്തെ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ ഫത്തേ-2 മിസൈൽ ആക്രമണം വീണ്ടും നടത്തിയത്. ഏറ്റവും ശക്തിയുള്ള അതീവ സ്ഫോടക ശേഷിയുള്ള പാകിസ്ഥാന്റെ വജ്രായുധമെന്ന് പാകിസ്ഥാൻ കരുതുന്ന ഫത്തേ-2 ബാലിസ്റ്റിക് മിസൈലുകൾ, ആ ഫത്തേ-2 ബാലിസ്റ്റിക് മിസൈലിനെ ഇന്ത്യയുടെ വ്യോമ മേഖലയ്ക്ക് പുറത്തു വെച്ച് തന്നെ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം ഇന്റർസെപ്റ്റ് ചെയ്തു എന്നുള്ള വാർത്തകൾ ഇപ്പോൾ സൈനിക വൃത്തങ്ങൾ തന്നെ നൽകുന്നുണ്ട്. പാകിസ്ഥാന്റെ അതീവ ശ്രമകരമായ അതീവ ഗൗരവമുള്ള പ്രകോപനം ഇന്ത്യക്ക് നേരെ 2 ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങൾ പാകിസ്ഥാൻ നടത്തിയിരിക്കുന്നു. തന്ത്രപ്രധാനമായ മേഖലകൾ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ തുടരാക്രമണങ്ങൾ നടത്തുമെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പാകിസ്ഥാന്റെ 2 ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങളെ വിജയകരമായി ഇന്ത്യ പരാജയപ്പെടുത്തിയിരിക്കുന്നു. ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം ഒരിക്കൽ കൂടി അതിന്റെ കരുത്തു തെളിയിച്ചിരിക്കുന്നു. റഷ്യൻ നിർമ്മിത S-400 വ്യോമ പ്രതിരോധ സംവിധാനം അത് ഇന്ത്യയുടെ വ്യോമ പരിധി കടക്കുന്നതിന് മുൻപ് തന്നെ പാകിസ്ഥാന്റെ 2 ബാലിസ്റ്റിക് മിസൈലുകളെ തകർത്തിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഡ്രോൺ ആക്രമണത്തിന് പിന്നാലെയാണ് പാകിസ്ഥാൻ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം ഇന്ത്യക്ക് നേരെ നടത്തിയിരിക്കുന്നത്. ഡൽഹിയിലേക്ക് നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം ലക്ഷ്യം വെച്ചത് ബ്രഹ്മോസിന്റെ ആസ്ഥാനമാണ് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ഇന്ത്യയുടെ അതിശക്തമായ വജ്രായുധമായ ബ്രഹ്മോസിന്റെ ആസ്ഥാനം കേന്ദ്രമാക്കി പാകിസ്ഥാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ ഇന്ത്യയുടെ സൈനിക വൃത്തങ്ങൾ നൽകുന്നത്. അതേസമയം ഇതിനെ വിജയകരമായി പ്രതിരോധിക്കാൻ ഇന്ത്യക്കായി എന്നും സൈനിക വൃത്തങ്ങൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ജമ്മു കശ്മീരിലെ ഔട്ടർ ജമ്മുവിലെ സൈനിക ആസ്ഥാനം കേന്ദ്രീകരിച്ചാണ് 2ാമത്തെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം പാകിസ്ഥാൻ നടത്തിയത്. ഇതിനെയും ഇന്ത്യ വിജയകരമായി ഇപ്പോൾ തടഞ്ഞിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ഈ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങളിൽ യാതൊരു തരത്തിലുള്ള നാശനഷ്ടങ്ങളും ഇന്ത്യക്ക് ഉണ്ടായിട്ടില്ല. ഇതിന്റെ അവശിഷ്ടങ്ങൾ വീണ് പോലും ഒരു തരത്തിലുള്ള കേടുപാടുകളും ഇന്ത്യക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത്. പാകിസ്ഥാൻ 2 ബാലിസ്റ്റിക് മിസൈലുകൾ ഇന്ത്യക്ക് നേരെ പ്രയോഗിച്ചിരിക്കുന്നു. ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണത്തിനുള്ള തിരിച്ചടിയായി പാകിസ്ഥാൻ 2 ബാലിസ്റ്റിക് മിസൈലുകൾ പ്രയോഗിച്ചിരിക്കുന്നു. എന്നാൽ പാകിസ്ഥാന്റെ ബാലിസ്റ്റിക് മിസൈൽ പ്രയോഗത്തെ പരിപൂർണമായി പരാജയപ്പെടുത്തിയിരിക്കുന്നു ഇന്ത്യൻ സേന എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ഇതിനിടയിൽ ഇന്ന് പുലർച്ചെ ഇന്ത്യ പാകിസ്ഥാനിലേക്ക് നടത്തിയ ആക്രമണത്തിൽ പാകിസ്ഥാനിലെ 8 നഗരങ്ങളിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. പാകിസ്ഥാന്റെ 4 എയർ ബേസുകൾ ഇന്ത്യൻ ആക്രമണത്തിൽ തകർന്നിരിക്കുന്നു. പാകിസ്ഥാൻ അവരുടെ വിമാനത്താവളങ്ങളെല്ലാം തന്നെ അടച്ചിട്ടിരിക്കുന്നു. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ വ്യോമ ഗതാഗതം പൂർണ്ണമായും പാകിസ്ഥാൻ നിരോധിച്ചിരിക്കുന്നു. പാകിസ്ഥാന്റെ സൈനിക സംവിധാനങ്ങളെ കയറിയടിക്കുകയാണ് ഇന്ത്യ. ഇന്ത്യയുടെ അതിർത്തികളിൽ നിരപരാധികളായ ജനങ്ങളുടെ ജീവനെടുക്കാനുള്ള നാണം കെട്ട ആക്രമണമാണ് പാകിസ്ഥാൻ നടത്തുന്നതെങ്കിൽ പാകിസ്ഥാന്റെ ഉള്ളിൽ കയറി പാകിസ്ഥാന്റെ രാജ്യ തലസ്ഥാനത്ത് കയറി അടിക്കുകയാണ് ഇന്ത്യ. ചുണക്കുട്ടികൾ, ആണുങ്ങൾ ഇങ്ങനെയാണ് യുദ്ധം ചെയ്യുന്നതെന്ന് ഇന്ത്യ കാണിച്ചു കൊടുക്കുന്നു. അല്ലാതെ അതിർത്തികളിൽ പതിയിരുന്നു കൊണ്ട് സാധാരണക്കാരായ ജമ്മു നിവാസികൾ അല്ലെങ്കിൽ സാധാരണക്കാരായ ഇന്ത്യക്കാർ താമസിക്കുന്ന വീടുകൾക്ക് നേരെ ഷെല്ലാക്രമണവും അല്ലെങ്കിൽ റോക്കറ്റ് ആക്രമണവും നടത്തി സാധാരണക്കാരുടെ ജീവൻ എടുക്കാനുള്ള ചതിപ്രയോഗമല്ല ഇന്ത്യ നടത്തുന്നത്. ഇന്ത്യ നെഞ്ചുവിരിച്ച് ഇന്ത്യയുടെ സൈന്യം, ഇന്ത്യയുടെ വ്യോമസേന നെഞ്ചുവിരിച്ച് പാകിസ്ഥാന്റെ ഉള്ളിൽ കയറി റാവൽപിണ്ടി, ഇസ്ലാമാബാദ് അടക്കമുള്ള പാകിസ്ഥാന്റെ വലിയ സുരക്ഷാ സംവിധാനമുള്ള സ്ഥലങ്ങളിൽ കയറി അവിടെയുള്ള വ്യോമത്താവളങ്ങളെ അടിച്ചുകൊണ്ട് ഇന്ത്യൻ സേന അവിടെ ബോംബിട്ട് തകർത്തിട്ട് ഇന്ത്യയുടെ വ്യോമസേന കരുത്തരായിട്ടുള്ള ഫൈറ്റർ ജെറ്റുകൾ തിരികെ ഇന്ത്യയിലേക്ക് ഇറങ്ങുകയാണ്. ഇതാണ് യുദ്ധം. ഇന്ത്യ കാണിച്ചു കൊടുക്കുകയാണ് ഇങ്ങനെയാണ് യുദ്ധം ചെയ്യേണ്ടത്. അൺബ്രേക്കബിൾ വാൾ, തകർക്കപ്പെടാത്ത വലിയ മതിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓപ്പറേഷൻ നടത്തുന്ന പാകിസ്ഥാന് ഇന്ത്യ പറഞ്ഞു കൊടുത്തിരിക്കുന്നു, നിങ്ങളുടെ വാൾ ഏത് നിമിഷവും ഞങ്ങൾക്ക് തകർക്കാൻ കഴിയുന്നതാണ്. നിങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനം പഴുതുകൾ നിറഞ്ഞതാണ്. നിങ്ങൾ HQ-9 എന്ന നിങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനം
ചൈന നിർമ്മിച്ചു നൽകിയ വ്യോമ പ്രതിരോധ സംവിധാനം അത് എത്രത്തോളം പൊള്ളയാണെന്നും പാളിച്ചു നിറഞ്ഞതാണെന്നും ഇന്ത്യൻ സേന ഒരിക്കൽ കൂടി കാണിച്ചു കൊടുത്തിരിക്കുന്നു. ഇന്ത്യയുടെ ഫൈറ്റർ ജെറ്റുകൾക്ക് നേരെ ഒരു വെടിയുതിർക്കാൻ കഴിയാതെ പാകിസ്ഥാൻ നാണം കെട്ട് നാറുകയാണ്. പാകിസ്ഥാന്റെ ബാലിസ്റ്റിക് മിസൈലുകളെ ഇന്ത്യ ശക്തമായി പ്രതിരോധിച്ചിരിക്കുന്നു. ഇന്ത്യ ഈ ചതിപ്രയോഗം നടത്തുന്നില്ല. കാരണം പാകിസ്ഥാൻ ലക്ഷ്യം വെക്കുന്നത് ഇന്ത്യയിലെ സാധാരണക്കാരായ ആളുകളുടെ ജനവാസ മേഖലയാണ്. അതുപോലെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് പരമാവധി നാശനഷ്ടം ഉണ്ടാക്കാനും ഇന്ത്യയിലെ മരണനിരക്ക് ഉയർത്താനുമാണ് പാകിസ്ഥാൻ ലക്ഷ്യം വെക്കുന്നത്. എന്നാൽ ഇന്ത്യ പാകിസ്ഥാനിലെ ഒരു സാധാരണക്കാരനെയും ഇതുവരെ ലക്ഷ്യം വെച്ചിട്ടില്ല. ഇന്ത്യ നടത്തിയ ആക്രമണങ്ങൾ വളരെ കൃത്യമാണ്. ഇന്ത്യ പാകിസ്ഥാന്റെ തന്ത്രപ്രധാനമായ മേഖലകൾ, പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങൾ, പാകിസ്ഥാന്റെ പ്രതിരോധ സംവിധാനങ്ങൾ, ഇതിനെയൊക്കെയാണ് ഇന്ത്യ ലക്ഷ്യം വെക്കുന്നത്. യുദ്ധത്തിലും യുദ്ധനീതി കാത്തു സൂക്ഷിക്കുകയാണ് ഇന്ത്യ. പാകിസ്ഥാൻ ആകട്ടെ നാണം കെട്ട്, ലോകത്തിന് മുന്നിൽ നാണം കെട്ട് നിൽക്കുന്ന അവസ്ഥയിൽ ഇന്ത്യയിലെ സാധാരണക്കാരനെ കൊന്നൊടുക്കാനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് അവർ ബാലിസ്റ്റിക് മിസൈലുകൾ ജനവാസ മേഖലകളിലേക്ക് അയക്കുന്നത്. എന്നാൽ ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനം അതിനെല്ലാം നിഷ്പ്രഭമാക്കുന്നു. ഇന്ത്യ ആകട്ടെ പാകിസ്ഥാന്റെ നെഞ്ചു പിളർത്തുകയാണ്. പാകിസ്ഥാനിലെ സൈനിക കേന്ദ്രങ്ങൾ, പാകിസ്ഥാന്റെ വ്യോമത്താവളങ്ങൾ, പാകിസ്ഥാന്റെ സൈനിക ആസ്ഥാനത്തിന് സമീപം, കേവലം പാകിസ്ഥാന്റെ സൈനിക ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നതിന്റെ 10 കിലോമീറ്റർ ചുറ്റളവിൽ ഇന്ത്യ അടിച്ചിരിക്കുന്നു. അതാണ് ഇന്ത്യയുടെ സൈനിക കരുത്ത്. അതേസമയം പാകിസ്ഥാൻ ആകട്ടെ ഇന്ത്യക്ക് നേരെ, ഇന്ത്യയുടെ പ്രധാനപ്പെട്ട നഗരങ്ങൾക്ക് നേരെ, ഇന്ത്യയുടെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾക്ക് നേരെ ബാലിസ്റ്റിക് മിസൈലുകൾ ലക്ഷ്യം വയ്ക്കുകയാണ്. ഫത്തേ ബാലിസ്റ്റിക് മിസൈലുകൾ 2 എണ്ണത്തിനെ ഇന്ത്യ നിഷ്പ്രയാസം വിജയകരമായി പ്രതിരോധിച്ചു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി പുറത്തു വരുന്നത്.